ഹണി പാടുകയാണ്, സംശയമുണ്ടോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. നീ ഇത്രയും നല്ലൊരു ഗായകനാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. താങ്ക് യു. നിനക്ക് പാട്ട് പാടാൻ അറിയായിരുന്നോ? അതെ, നന്നായിട്ട് പാടും ഞാൻ. നീ എവിടുന്നാ പാട്ട് പാടാൻ പഠിച്ചേ? ഞാൻ എവിടുന്നും പഠിച്ചതല്ല. ദൈവം കൊടുത്ത ടാലന്റ് ആണ്. സ്വയമായി പഠിച്ച് പാടുകയാണ്. സംശയമുണ്ടോ? ഇന്ന് വരെ നീ പാടുന്നത് ഞാൻ കണ്ടിട്ടേ ഇല്ലല്ലോ. അതിന് ഞാൻ പാടില്ലല്ലോ, പിന്നെങ്ങനെ കേൾക്കാൻ കഴിയാ? പിന്നെങ്ങനെ ഇപ്പൊ നീ പാടിയത്? ഞാൻ പാടിയതല്ലല്ലോ, ഞാൻ വെറുതെ കേൾക്കുമായിരുന്നു. അപ്പൊ വേറെ ആരാ പാടിയത്? എന്റെ അമ്മോ, ഈ ശബ്ദം കന്നസാറിന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ആരാണ് അയാൾ? ഇദ്ദേഹം ഒരുപാട് പേരെ സംഗീതം പഠിപ്പിച്ചിട്ടുണ്ട്. അടികൈ. പക്ഷെ ഇത് ആരാണ്? ഇദ്ദേഹം എന്റെ മാസ്റ്ററാണ്. എന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ചീക്കു മഹാരാജ്. നിനക്കെപ്പോഴാണ് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് വന്നത്? വെള്ളം വരാത്ത പൈപ്പിൽ നിന്ന് വെള്ളം വന്നു. എനിക്ക് മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് വന്നു. അടികൈ. എങ്കിൽ അങ്ങും പഠിക്കൂ. ഇല്ല, ആദ്യം പഠിക്കേണ്ടത് കിറ്റിയാണ്. അപ്പുറത്തെ വീട്ടിലെ പൂച്ച ക്ലാസിക്കൽ പാട്ട് പാടുന്നു, അതുപോലെ തന്നെ കിറ്റിയും ക്ലാസിക്കൽ പാടണം. മ്യൂസിക് എന്ന് വെച്ചാൽ വെറും മ്യൂസിക് അല്ലേ, ഇതിലെന്താ ക്ലാസിക് ഉള്ളത്? ഇദ്ദേഹം എന്തിനാണ് കരയുന്നത്? ഇദ്ദേഹം ആലാപനം ചെയ്യാണ്. തൊണ്ട ചെറുതായി അടഞ്ഞിട്ടുണ്ട്. അത്തിപ്പഴം കഴിച്ചു പോയത് കൊണ്ട് ശബ്ദം ശരിക്കും പുറത്തേക്ക് വരുന്നില്ല. വലിയ പാട്ടുകാരനായ നിങ്ങൾ എന്തിനാ അത് കഴിച്ചത്? അത് ശരി, നീ എന്നെ പഠിപ്പിക്കാൻ വരികയാണ്. സംഗീതത്തിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? ആലാപനം ചെയ്യൂ. ബണ്ണിക്കാണെങ്കിൽ അതൊന്നും തന്നെ അറിഞ്ഞുകൂടല്ലോ. അല്ല, എന്തിനു വേണ്ടിയാണ് ഈ CD ഇട്ടോണ്ട് പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്? പാടി തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചൂടെ? സംശയമുണ്ടോ? പറഞ്ഞതല്ലേ, ഇന്ന് അദ്ദേഹത്തിന്റെ തൊണ്ട ശരിയല്ല. നാളെ പാടിക്കൊണ്ട് പഠിപ്പിക്കും. മാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഇവിടെ തന്നെ താമസിക്കാൻ പോവാ. ഇനി ദിവസവും എന്നെ ക്ലാസിക്കൽ മ്യൂസിക് പഠിപ്പിക്കും. എന്ന് വെച്ച് വീട്ടിൽ താമസിക്കേണ്ട ആവശ്യം എന്താണുള്ളത്? നിന്റെ പോലുള്ള മൂർഖനത് മനസ്സിലാവില്ല. സംഗീതം പവിത്രമാണ്. 24 മണിക്കൂറും പഠിച്ചുകൊണ്ടേയിരിക്കണം, ആലാപനം ചെയ്തുകൊണ്ട്. കിറ്റി, ഞാൻ റെഡിയാണ് കിറ്റി, തുടങ്ങാം. എന്റെ ഗുരുജി, അങ്ങും പാടി തുടങ്ങൂ. ഇവനെന്നെ പാടാൻ സമ്മതിക്കുന്നില്ലല്ലോ ആലാപനം കൊണ്ട്. എങ്കിൽ ആലാപനം ഒന്നും ഇല്ലാതെ പാടൂന്നേ. അവൻ നിർത്തിയാലല്ലേ എനിക്ക് പാടാൻ പറ്റൂ ആലാപനം കൊണ്ട്. എടാ, CD ഒന്ന് നിർത്ത്. ആ മാസ്റ്റർ ജിയെ ഒന്ന് പാടാൻ അനുവദിക്കേ. നിർത്താൻ തന്നെയാ ഞാൻ ശ്രമിക്കുന്നത്. ബണ്ണിയുടെ വോയിസിൽ എന്തോ ഒരു മാറ്റമുണ്ട്. ഈ വോയിസ് മുക്ത പ്രസാദിന്റെ വോയിസ് ആണ്. അടികൈ. ഡോക്ടർ സാറേ, ഇതാണ് തൊണ്ട വിഴുങ്ങി. തൊണ്ട വിഴുങ്ങിയോ? അതെ, അങ്ങയുടെ തൊണ്ട കേടായിരിക്കുകയല്ലേ? സംശയമുണ്ടോ? എന്റെ തൊണ്ടയ്ക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. 2-3 ദിവസം കഴിയുമ്പോ ശരിയായിക്കോളും. എന്നാൽ ഇദ്ദേഹം 2 മിനിറ്റ് കൊണ്ട് ശരിയാക്കും. ഇങ്ങോട്ട് വരൂ. കുഞ്ഞുനാൾ മുതൽ സംസാരിക്കാതിരുന്നവരെയും ഞാൻ ചികിത്സിച്ച് സംസാരിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് മൊബൈലിന്റെ ആവശ്യം പോലുമില്ല. അവർ സംസാരിച്ചാൽ ഇപ്പോ അടുത്ത സിറ്റി വരെ കേൾക്കും. ഇങ്ങോട്ട് വരൂ, ഇത് കുടിക്കൂ.
ഇങ്ങോട്ട് വരൂ. ഇത് നാരങ്ങ കൊണ്ടുണ്ടാക്കിയതാ. ഇത് നിന്റെ അസുഖമെല്ലാം മാറ്റും. കണ്ടോ, നിന്റെ ശബ്ദം തന്നെ പുറത്തു വന്നു. ഇനി ബ്രഷ് കൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം. ബ്രഷ് കൊണ്ട് എങ്ങനെയാണ് തൊണ്ട ക്ലീൻ ചെയ്യുക? അത് വെച്ച് നമ്മൾ ഫ്ലോറിൽ ക്ലീൻ ചെയ്യുക. അദ്ദേഹത്തിന്റെ അടുത്ത് ബോട്ടിൽ ബ്രഷ് ഉണ്ട്. സംശയമുണ്ടോ? അതെ, ഇത് തൊണ്ടയ്ക്കകത്തേക്ക് കുത്തിയിറക്കി അവിടുള്ള അഴുക്കെല്ലാം വൃത്തിയാക്കിയെടുക്കാം. ഇതാ ഇതുപോലെ. സാറേ, ഇത് ചെയ്തിട്ടും ഒന്നും സംഭവിച്ചില്ലെങ്കിലോ? എങ്കിൽ ഈ വാളുണ്ടല്ലോ, ഇതുകൊണ്ട് നമുക്ക് ഓപ്പറേഷൻ ചെയ്തേക്കാം. അപ്പൊ ശബ്ദം പുറത്തു വന്നോളും. നിങ്ങൾ ഇങ്ങോട്ട് വരൂ. വേണ്ട. എന്നെ വിട്ടേക്കൂ, എന്റെ തൊണ്ട ശരിയായി. എന്തൊരു ചൂടാണ് ഇവിടെ. ഇപ്പൊ കാറ്റ് പോലും വരുന്നില്ലല്ലോ. പുറത്തേക്ക് പോകാൻ പറ്റില്ല, വല്ലാത്ത വെയിലാ. അടിച്ചു പൊളിച്ചു തിമിർത്തു, ഞാൻ വല്ലാതെ ഫ്രഷായി. സംശയമുണ്ടോ? ഇത്രയും ചൂടത്ത് നീ ഫ്രഷ് ആയെന്നോ? ചൂടിൽ നിൽക്കുന്നത് നീയാണല്ലോ. അപ്പൊ നീ എന്താ ഇത്ര നേരം ഫ്രിഡ്ജിനകത്താണോ ഇരുന്നത്? അതിന്റെ ആവശ്യം എനിക്കില്ല. ഞാൻ നല്ല തണുത്ത കാറ്റ് കൊണ്ടാണ് വരുന്നത്. സംശയമുണ്ടോ? ഇവൻ നമ്മളെ മണ്ടനാക്കുക. പുറത്ത് നല്ല വെയിലാണ്, അപ്പൊ തണുത്ത കാറ്റ് വിടുന്ന. മുകളിൽ ആകാശത്തിൽ നല്ല തണുപ്പാണ് അവിടെ. അതുകൊണ്ട് ഞാൻ വീണ്ടും ആകാശത്തിലേക്ക് പോകുന്നു. കൊച്ചളിയാ, എനിക്ക് ഒന്ന് പറക്കണം. കഴുതേ, പൂച്ചയ്ക്ക് പറക്കാൻ കഴിയില്ല. ചിറകുണ്ടായിരുന്നെങ്കിൽ നമുക്കും പറക്കായിരുന്നു. തണുത്ത കാറ്റും കൊള്ളായിരുന്നു. അമ്മച്ചി, കൊച്ചളിയാ, എനിക്ക് വല്ലാതെ ചൊറിയുന്നു. ചൂടിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. ഇത് ചൂടോടൊന്നല്ല, എനിക്ക് ഒന്ന് ചൊറിഞ്ഞു തരോ പ്ലീസ്? കന്ന സാറിന്റെ വീട്ടിലേക്ക് പോയി ഗുളിക വാങ്ങി കഴിക്ക്. ശരി. ഹണി, ബണ്ണി, ജോർദാനെ. എന്ത് പറ്റി? ആ മിസൈലിൽ ഹണിയുണ്ട്. എന്ത്? ഈ കഴുത ഇത് എന്തൊക്കെയാ ചെയ്ത് കൂട്ടുന്നത്? ഓ, എന്താ ഇത്? ഇവൻ എന്തിനാ ഈ മിസൈലിന്റെ പുറത്ത് ഇങ്ങനെ കേറിയിരിക്കുന്നത്? സാർ, ഈ മിസൈൽ എങ്ങാനും താഴെ വീണാ? ടെൻഷൻ അടിക്കണ്ട സാർ, മിസൈൽ തിരിച്ചു വരികയാണ്. എല്ലാം പോയി. ഇത് അതിനേക്കാളും വലിയ ടെൻഷൻ ആണല്ലോ. ഇവിടെ കാണാൻ വീണ ആ മിസൈൽ പൊട്ടുകയാണെങ്കിൽ നമ്മുടെ പണി തീരും. ഇവൻ മിസൈൽ വെച്ച് അറ്റാക്ക് ചെയ്യുകയാണ്. ഇതെന്തായാലും ഒട്ടും ശരിയുള്ള കാര്യമല്ല. എന്റെ പണി ഇന്നത്തോടെ തീരും. വാവ് വാവ്, ഓ മൈ ഗോഡ്, വാവ് വാവ്. ഈ പൂച്ച കാരണമാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ജയിലിൽ പോകേണ്ടി വന്നത്. അവനെ വേഗം പിടിക്ക്. കൂട്ടാളികളെ, അറ്റാക്ക് ചെയ്യൂ. ശത്രുക്കൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. തന്റെ ഓരോ കാര്യം. വേഗം വരൂ. 10 രൂപയുടെ ടിക്കറ്റ് 100, 10 രൂപയുടെ ടിക്കറ്റ് 100. വേഗം വരൂ. നമ്മളുടെ ബ്ലാക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയല്ല വന്നത്. പിന്നെന്തിനാ വന്നത്? നമ്മൾ എങ്ങനെയാ തിരിച്ചു പോകുന്നത്? അതൊക്കെ പറഞ്ഞു തരാം. ആദ്യം പൂച്ചയെ പോയി പിടിക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇവൻ പോലീസിനോട് പറയും.
മുക്ത പ്രസാദ് സാറിന്റെ സീനായിട്ട് നീ ഞങ്ങളെല്ലാവരെയും പാടി പറ്റിക്കായിരുന്നല്ലേ? നിന്നിൽ ഇത്രയും പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചില്ല ബണി. കഴുതേ, കിറ്റിയുടെ മുമ്പിൽ എന്റെ മാനം പോയിരിക്കുകയാണ്. ഒരു CD നിനക്ക് ശരിക്കിടാൻ അറിയില്ലല്ലേ? റിമോട്ട് ശരിക്കും വർക്ക് ചെയ്തില്ലായിരുന്നു. കിറ്റ് ദേഷ്യം പിടിച്ചിരിക്കുകയാണ്. എന്തായാലും കിറ്റിയോട് പോയി മാപ്പ് പറഞ്ഞേക്കാം. എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. എന്റെ സ്വഭാവം മാറി ഞാൻ പറഞ്ഞേക്കാം. എന്ത് സംഭവിക്കണമോ അത് സംഭവിച്ചു കഴിഞ്ഞു. അതങ്ങ് വിട്ടേക്കട ബണ്ണി. എന്തായാലും നിന്റെ മൂഡ് പോയി. നീ വാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ട് വരാം. രണ്ടെണ്ണം ഞാൻ കഴിച്ചു. എന്തായാലും ഇനി നാളെയും ചൊറിച്ചിലുണ്ടാവില്ല. താങ്ക്സ് കിറ്റി. വെൽക്കം. ഇനിയിപ്പോ എന്താണ്? ഒന്നുമില്ല, നീ വെൽക്കം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വന്നു. കഴുത, നീ പറഞ്ഞ താങ്ക്സിന് ഞാൻ വെൽക്കം പറഞ്ഞതാണ്. ഒന്ന് പോകുന്നുണ്ടോ? എനിക്ക് പുസ്തകം വായിക്കണം. ഇതെന്താണ് ഈ സംഭവിക്കുന്നത്? അടിപൊളി, ഞാനിതാ പറക്കുകയാണ്. ബണ്ണി, സോർദാരേ, ഇവൻ പറക്കുകയാണോ അത് നമ്മൾ സ്വപ്നം കാണുകയാണോ? അവനാണ് മണ്ടൻ, നീയല്ല. ഒരേ സമയത്ത് രണ്ടുപേരും ഒരു സ്വപ്നം കാണുന്നത് എങ്ങനെയാ? ഹണി, നീ താഴേക്ക് വാ, അല്ലെങ്കിൽ വലിയ അപകടമാകും. ഇല്ല, നല്ല രസം തോന്നുന്നുണ്ട്. ഇവിടെ നല്ല തണുപ്പുണ്ട്. മുകളിൽ നിന്ന് നോക്കുമ്പോ സിറ്റി കാണാൻ നല്ല, കൂടാതെ മുകളിൽ ചൂടുമില്ല. പോപ്പട്ട് പറഞ്ഞത് ശരിയാണ്. എടാ പോപ്പട്ടെ. എടാ നീ പറക്കുകയാണല്ലോ, സംശയമുണ്ടോ? അതെ, ഞാൻ കണ്ണാ സാറിന്റെ വീട്ടിൽ പോയി ഗുളിക കഴിച്ചപ്പോ എനിക്ക് പറക്കാൻ കഴിഞ്ഞു. നീ പറഞ്ഞത് ശരി തന്നെയാണ്. ഇവിടെ മുകളിൽ നല്ല തണുപ്പുണ്ട്. വാ, നമുക്ക് പറന്ന് കളിക്കാം. കളിക്കാം. വാവ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രീൻ. ചൂടത്തെ ഗ്രീൻ തണുപ്പ് നൽകും. നീ പേടിക്കണ്ട പാപ്പട്ട്, ഞാനിതാ എത്തിപ്പോയി. ഇതിനേക്കാളും ബാഡ് ലക്ക് വേറെന്താണുള്ളത്? പൂച്ചകൾ ഞങ്ങളെ പറന്നാക്രമിക്കുന്നു. വാവ്, അയ്യോ. കിറ്റി, ഇത് ഫൗളാണ്. ആരും ഫുട്ബോൾ കൈകൊണ്ട് പിടിക്കാറേ ഇല്ല. കഴുതേ, അവൻ കളിക്കുന്നില്ല, മനസ്സിലായോ? ആ, ഞാനിവിടെ കളിക്കാൻ വന്നതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ പാസ് തരാൻ വേണ്ടി വന്നതാ. പാസോ? അടിപൊളി. എന്തിന്റെ പാസാ? ഇത് അവാർഡ് ഫംഗ്ഷന്റെ പാസുകളാണ്. ഞാൻ ബെസ്റ്റ് ആക്ട്രസിനുള്ള നോമിനേഷനിലുണ്ട്. അഭിനന്ദനങ്ങൾ കിറ്റി, ഞാൻ തീർച്ചയായും വരും.
അതെ, നമ്മളെല്ലാവരും വരും, തീർച്ച. അതിന്റെ ഡാൻസ് പെർഫോമൻസ് കൂടിയുണ്ട്. അത് കാണാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോ പോകുവാ. എനിക്ക് ഒരുപാട് പേര് വിളിക്കാനുണ്ട്. ഈ കാർഡ് സൂക്ഷിച്ചു വെക്കണം കേട്ടോ. See you all there. Bye. വരൂ, നമുക്ക് അവാർഡ് ഫംഗ്ഷന് പോകാനുള്ള തയ്യാറെടുക്കാം. ഹണി, പാസ് സൂക്ഷിച്ചു വെക്കണേ. നിങ്ങളൊരു പട്ടിയും പൂച്ചയും തത്തമ്മ എവിടെ എങ്ങാനും കണ്ടായിരുന്നോ? ഒരു പോകാം. നിങ്ങൾ ഗാർഡ്സിലേക്ക് നോക്കിക്കോളൂ. ഞാൻ മേക്കപ്പ് നമ്പർ 7 പോയി എൻവലപ്പ് ചേഞ്ച് ചെയ്യുന്നത് തടഞ്ഞിട്ട് വരാം. ഞങ്ങൾ ഡാൻസേഴ്സ് ആണ്. ഞങ്ങളുടെ തുണി ആരോ മോഷ്ടിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഡ്രസ്സ് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ പറ്റില്ല. പെർഫോം ചെയ്യേണ്ട നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ അപ്പൊ അവിടെ ആരാ പെർഫോം ചെയ്യുന്നേ? അതാ, ഇതാണ് റൂം നമ്പർ 7. ഞങ്ങളിവിടെ ഉണ്ട്. എനിക്ക് തരൂ. കിറ്റിയെന്ന് കാണാൻ അതിസുന്ദരിയായിരിക്കുന്നു. ആ, വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. ഹണി, പാസെല്ലാം എന്ത് ചെയ്തു? അലമാരയിലുണ്ട്. പാസുകൾ എന്തിനാടാ അലമാരി വെച്ചത്? ബണ്ണിയും കിറ്റിയും പറഞ്ഞല്ലേ പാസുകൾ സൂക്ഷിച്ചു വെക്കണമെന്ന്. എനിക്ക് പാസ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്റെ തെറ്റാ. അല്ല കൊച്ചളിയ, ഞാനും കഴുതയാ. പാസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ അകത്ത് പോകും? ആ, എന്റെ അടുത്തൊരു ഐഡിയ ഉണ്ട്. എന്നെ ആരും സ്വാഗതം ചെയ്യില്ലേ? എല്ലാവരും മാറൂ, വഴി തരൂ. എക്സ്ക്യൂസ് മീ സർ, നിങ്ങൾ ആരാണ്? അല്ല, നിങ്ങൾക്ക് ഇത് ആരാണെന്ന് മനസ്സിലായില്ലേ? ഇദ്ദേഹം വലിയൊരു സൂപ്പർ സ്റ്റാറാ. സൂക്ഷിച്ചു നോക്കെന്നെ, അല്ലെങ്കിൽ ചവിട്ടും ഞാൻ. നീ ഹണിയുടെ പുറകെ, ഹണി നിന്റെ പുറകെ. സോ മച്ച് ഫൺ. ഹായ്, നല്ല വാസന. ഈ കേക്കിന്റെ മണായിരുന്നല്ലേ? കള്ളൻ, കള്ളൻ, പോലീസിനെ വിളിക്കൂ. ഇയാൾ ഇവിടെ നിന്ന് ഓടിക്കൂ. പിന്നെയും എന്റെ ഡ്രസ് ചീത്തയായി. അയ്യോ, നീ വിഷമിക്കണ്ട മോനെ, വേറെ ഡ്രസ് കൊണ്ടുവരാം. ഹേയ് പുഷ്പ, ഇവന് വേറെ ഡ്രസ് കൊണ്ടുവാ. ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് ബാക്കിക്കാണ് കിട്ടേണ്ടത്. നമുക്കിപ്പൊ തന്നെ അവാർഡ് കമ്മിറ്റിക്ക് മുമ്പിലുള്ള കിറ്റിയുടെ കാർഡ് എടുത്ത് ബാക്കിയുടെ കാർഡ് വെക്കണം. എൻവലപ്പ് 7-ാം നമ്പർ പണി നടന്നേക്കും. ഇവര് കിറ്റിയുടെ അവാർഡ് വേറെ ആർക്കോ കൊടുക്കാൻ പോവുക. ഈ കാര്യം എല്ലാരോടും ചെന്ന് പറയണം.
നമുക്കൊരു കൈ നോക്കാം. എന്റെ കൂട്ടുകാരെത്തിക്കഴിഞ്ഞു. അതെയോ, അത് നല്ല കാര്യം തന്നെയാ. എങ്കിൽ നമുക്ക് ഇടി അങ്ങോട്ട് തുടങ്ങിയാലോ? ദാ തുടങ്ങിക്കഴിഞ്ഞു. ആയുധം താഴെയിടൂ, ആയുധം താഴെയിടൂ. ഇവിടെ 4 വശത്തും പോലീസ് ടീം വളഞ്ഞിരിക്കുകയാണ്. എടോ, താൻ പോലീസ് ഇൻസ്പെക്ടർ അല്ല, താനൊരു സ്മഗ്ലർ.